നമസ്കാരം. പ്രേംസ് ആസ്ട്രോ ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. എൻ്റെ പേര് പ്രേംചന്ദ്. നമ്മൾ ഇന്ന് നോക്കുന്നത് മരണം കഴിഞ്ഞ് എങ്ങനെയാണ് ഏത് നക്ഷത്രമാണ് മരിച്ചയാളിൻ്റെയായി കണക്കാക്കുന്നത്. മരണസമയത്തെ നക്ഷത്രമാണ് മരണാനന്തര കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത്. അടുത്ത് രണ്ടാമതായി നമ്മൾ ഇന്ന് നോക്കുന്നത് മരണാനന്തര കർമ്മങ്ങൾ യഥാവിധി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്ഥലത്തില്ലാതെ വരികയോ മൃതദേഹം ലഭിക്കാതെ വരികയോ ഒക്കെ ചെയ്താൽ എന്ത് ചെയ്യണം. അപ്പോൾ അക്കാര്യം നമുക്ക് നോക്കാം. അങ്ങനെ വന്നാൽ കറുക കൊണ്ട് മൃതദേഹത്തിന്റെ പൂർണ്ണ രൂപം ഉണ്ടാക്കി അതിൽ ആവാഹിച്ച് കർമ്മങ്ങൾ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ താന്ത്രിക വിധി പ്രകാരം മഹാസുദർശന ഹോമത്തിൽ ആവാഹിച്ച് തിലഹവനത്തിൽ ശുദ്ധീകരിച്ച് സായുജ്യ പൂജ ചെയ്ത് തിരുവല്ലം, തിരുനെല്ലി മുതലായ ക്ഷേത്രങ്ങളിൽ ദേവപാദത്തിൽ ലയിപ്പിക്കാവുന്നതാണ്. പ്രധാനമായും സായുജ്യ പൂജ ചെയ്യുക എന്നത് വലിയൊരു കാര്യമാണ്. അപ്പോ മരണാനന്തര കർമ്മങ്ങൾ യഥാവിധി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. നന്ദി, നമസ്കാരം.